ഹായ്. 2024 ജൂൺ 28-ന് തിയേറ്ററിലും ജൂലൈ 25-ന് മനോരമ മാക്സിലൂടെയും വന്ന പാരഡൈസ് എന്ന സിനിമയെക്കുറിച്ച് പറയാനുണ്ട്. കുറച്ച് വൈകിപ്പോയെങ്കിലും പാരഡൈസ് കൈകാര്യം ചെയ്യുന്ന വിഷയം കാലിക പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്ക കാണാൻ പോകുന്ന ദമ്പതികളിലൂടെയാണ് കഥാഖ്യാനം. ഇന്ത്യ ശ്രീലങ്ക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ശ്രീരാമനും ലങ്കാധിപതി രാവണനുമാണ്. ഇന്ത്യക്കാർക്ക് രാമൻ ഹീറോ ആണെങ്കിൽ ലങ്കയിൽ കഥ മറ്റൊന്നാണ്. അവിടെ രാവണനാണ് ഹീറോ, രാമൻ വില്ലനും. അത്തരത്തിൽ ലങ്കയിലെ മിത്തോളജിക്കൽ യാത്രയിലൂടെ ഇന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയയിൽ നമുക്ക് പുതിയ കാലഘട്ടത്തിലെ രാമനെയും സീതയെയും രാവണനെയും ഹനുമാൻ, വിഭീഷണൻ തുടങ്ങി ഒരു പ്രസന്നാവിത്തനാകെ രചനയും സംവിധാനവും നിർവഹിച്ച പുതിയ ഡയമെൻഷൻ രാമായണമായി പാരഡൈസ് ഒന്ന് വായിച്ചെടുക്കാം. One day he will wake up and save Sri Lanka. സിനിമയിൽ ടൂറിസ്റ്റ് ഗൈഡായ ആൻഡ്രൂസിനെ തിരുത്തി അമൃത തന്നെ പറയുന്നുണ്ട് 300-ൽ കൂടുതൽ വേർഷൻസിലുള്ള കഥകൾ രാമായണത്തിൻ്റെതായി പ്രചരിച്ചിട്ടുണ്ട് എന്ന്. രാമൻ കൊല്ലപ്പെടുകയും രാവണൻ ഇപ്പോഴും മൃത്യുഞ്ജയനായി ലങ്കയിലുണ്ടെന്നുമാണ് ശ്രീലങ്കൻ ജനത വിശ്വസിക്കുന്നത്. രാമൻ രാവണ നിഗ്രഹം നടത്തി സീതയെ വീണ്ടെടുത്തു എന്നതാണ് ഇന്ത്യയിൽ പ്രചരിക്കുന്ന കഥ. സീത രാമനെ കൊന്നു എന്നും കഥയുണ്ട്. എങ്കിൽ രാവണപുത്രിയാണ് സീത എന്നും കഥകളുണ്ട്. വയലാറിൻ്റെ രാവണപുത്രി കവിത നമുക്കും സുപരിചിതമാണ്. ഇവിടെ ഇന്ത്യയിൽ നിന്നും ലങ്ക കാണാൻ പോകുന്ന കേശവനെ രാമനായും അവൻ്റെ പത്നി അമൃതയെ സീതയായും അവരുടെ വഴികാട്ടി ആൻഡ്രൂസിനെ ലക്ഷ്മണനായും കാണാം. മാനിനെ കണ്ട് കാട്ടിലേക്ക് ഇറങ്ങിയ അമൃതയെ ആൻഡ്രൂസ് തിരികെ വണ്ടിയിൽ വിളിച്ചു കയറ്റുമ്പോൾ മാൻവേഷത്തിൽ വന്ന മാരീചനെ കണ്ട് ലക്ഷ്മണരേഖ മറികടന്ന സീതയെ ഓർമ്മ വന്നേക്കാം. പോലീസ് ഓഫീസർ ഭണ്ഡാരയിൽ ഹനുമാനെ കാണാം. റെസ്റ്റോറൻറ്റ് ബോയിയായി വരുന്ന ശ്രീ വിഭീഷണൻ്റെ റെഫറൻസായി കാണാം. ഒരേ സമയം രാമൻ്റെ ദാസനായും രാവണൻ്റെ സേനയിലും നിൽക്കുന്ന വിഭീഷണൻ. ഇനി ഇവിടെ കഥ മാറുകയാണ്. നമ്മൾ കണ്ടറിഞ്ഞ കഥകളിൽ കേട്ട മര്യാദ പുരുഷോത്തമനല്ല കേശവ്. അയാൾ നെറ്റ്ഫ്ലിക്സിൽ തൻ്റെ ഡോക്യുമെൻ്ററി വിറ്റഴിക്കുന്നതിനെക്കുറിച്ചും അപഹരിക്കപ്പെട്ട മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അവ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ലക്ഷ്യത്തിലുമാണ്. ലങ്കയിൽ നടക്കുന്ന സാമ്പത്തിക അസമത്വങ്ങൾ, ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ്, ടൂറിസം മാത്രം ഉപജീവനമാക്കിയ പാവങ്ങളുടെ ജീവിതമൊന്നും അയാൾക്ക് പ്രശ്നമല്ല. ചുറ്റും നടക്കുന്നതൊന്നും അയാളെ ബാധിക്കുന്നതേയില്ല. താൻ കള്ളസാക്ഷി പറഞ്ഞതിനാൽ ഒരു നിരപരാധി മരിക്കുന്നത് പോലും അയാളിൽ തെല്ല് കുറ്റബോധം ഉണർത്തുന്നില്ല. രാത്രിയിൽ ആരോ പാട്ടുപാടുന്നത് അമൃതയെ ഇംപ്രസ് ചെയ്യിക്കാനാണെന്ന് കളിയായും ഉപബോധ മനസ്സിൽ കാര്യമായും വിശ്വസിക്കുന്ന അരസികനായ രാമൻ. കേശവൻ്റെയും അമൃതയുടെയും കാറിനുള്ളിൽ നിന്നും വളരെ മിനിമലിസ്റ്റിക്കായ ഫ്രെയിമുകളിലൂടെ ലങ്കയിലെ സമരങ്ങളും അതിജീവന തത്രപ്പാടുകളും വരച്ചു കാട്ടുന്നുണ്ട് രാജീവ് രവിയുടെ ക്യാമറ. ലങ്ക നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പേരക്കക്കൊലകളുമായി ഓടിവരുന്ന ഒരുപറ്റം കുട്ടികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെയാണ് രാവണൻ്റെ പ്രതിരൂപങ്ങൾ നമ്മൾ കാണുന്ന സഹസ്ര രാവണൻ ചിത്രീകരിക്കപ്പെടുന്നത്. 1000 തലകളുള്ള സഹസ്ര രാവണനെ പ്രതിനിധീകരിക്കുന്നത് സമരം ചെയ്യുന്ന കൂട്ടമാണ്. അധികാരത്തിനും നിരപരാധികളെ ശിക്ഷിക്കുന്ന നിയമത്തിനും പോലീസിനുമെതിരെ 1000 രാവണന്മാരായി ലങ്കൻ സമൂഹം അധികാരികൾക്കെതിരെ ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. ആ സമൂഹ രാവണന്മാരുടെ കോടാലിയേറിൽ നെഞ്ചു പിളർന്ന് ഭണ്ഡാര വീഴുമ്പോൾ ആയുധം കയ്യിലെടുക്കുന്ന അഭിനവ രാമൻ അധികാരവും സമ്പത്തുമുള്ളതിൻ്റെ അഹങ്കാരമുള്ള സ്നേഹബന്ധത്തിൽ സംശയാലുവായ കേശവൻ്റെ തലയ്ക്ക് പുറകിൽ ലാക്കാക്കി വെടിയുതിർക്കുന്ന സീത. അതാണ് മറ്റൊരു രാമായണ വേഷൻ. 5 വർഷത്തെ വിവാഹ ജീവിതത്തിൽ ആദ്യമായി ലങ്കയിലെത്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം രാമൻ മരിച്ച് സീത പിന്നീട് ലവകുശന്മാർക്ക് ജന്മം നൽകിയേക്കാം. അത്തരത്തിലൊരു മിത്തോളജിക്കൽ യാത്രയും അതേപോലെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോയിലും കൂടെ ഇന്നത്തെ കാലഘട്ടത്തെ കൂടി ചർച്ച ചെയ്യുന്ന ഒരു അതിമനോഹരമായ സിനിമയാണ് പാരഡൈസ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർക്കും സിനിമയെ അത്രമേൽ അഗാധമായി ആഗ്രഹിക്കുന്നവർക്കും ചേർത്ത് വെക്കാൻ, അവരുടെ ശേഖരത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ളൊരു നല്ല സിനിമയാണ് പാരഡൈസ്.